സ്ലീപ്പ് പാരാലിസിസ് എന്തുകൊണ്ടാണ് വരുന്നത്? നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതലും വരണമെന്ന് പറയുന്നത്. സ്ലീപ്പ് പാരാലിസിസ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ തോന്നാവുന്നത് ഉറക്കം, സ്ലീപ്പ്, പാരാലിസിസ്, വാദം. അപ്പോൾ പാരാലിസിസ് എന്ന് പറയുന്ന വാക്കുള്ളത് കൊണ്ട് തന്നെ ഇത് സാധാരണ വാദസംബന്ധമായ ഒരു അസുഖമാണ് എന്ന് പലർക്കും തോന്നാം. ഇത് പാരാലിസിസുമായിട്ട് വാദവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പാരാലിസിസ് പോലെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പാരലിറ്റിക്കായിട്ട് കിടപ്പിലാവും, പെട്ടെന്ന് തന്നെ ശരീരം ഒരു കർമ്മവും ചെയ്യാൻ പറ്റാതെ പാരലിറ്റിക്കായിട്ട് മാറുക, പലർക്കും ഉണ്ടാവാറില്ല. അത്തരം പ്രശ്നങ്ങളൊന്നും ഈ ഒരു സ്ലീപ്പ് പാരാലിസിസ് കൊണ്ടില്ല. എന്ന് വെച്ചാൽ ശരീരത്തിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന വലിയ ഒരു അസുഖമല്ല സ്ലീപ്പ് പാരാലിസിസ്. നമ്മൾ ബോധം ഉണ്ടാവും, ശരീരത്തെ ചലിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ പോലെ ഉറക്കത്തിൽ ഒരു ഉറക്കവാദം അല്ലെങ്കിൽ നിദ്രാവാദം എന്നൊക്കെ പേര് പറയാം. അങ്ങനെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സ്ലീപ്പ് പാരാലിസിസ് ഇന്ത്യയിൽ കുറേ ആൾക്കാർക്ക് കണ്ടുപിടിച്ചിട്ടുള്ള അസുഖങ്ങളോ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സോ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ അമേരിക്കയിൽ ഒരു 10% 30% പേർക്കൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. നമ്മൾ അറിയാറില്ല. പല നിമിഷങ്ങളിലും ഈ സ്ട്രോക്ക് വരുന്നത് പോലെ ഒരു ഫീലിംഗ് ഉറക്കത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് നാച്ചുറലായിട്ട് വലിയ ടെൻഷനുള്ള അവസ്ഥയിൽ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ജനങ്ങൾ ജീവിക്കുന്ന ലോകം, ഏറ്റവും കൂടുതൽ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ലോകം അമേരിക്ക പോലെയുള്ള ലോകമാണ്. ഒരു 50% ആൾക്കാർ പെയിൻ കില്ലേഴ്സിൽ മാത്രം. കാരണം അവിടെ ഡോക്ടർമാരെ കാണുക, ചികിത്സിക്കുക, രോഗം ഭേദമാക്കുക എന്നുള്ളതൊക്കെ വലിയ കോസ്റ്റ്ലിയും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു, നമ്മളെ പോലെ ഓടിച്ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് അസുഖങ്ങൾക്ക് ചികിത്സ നേടാൻ അമേരിക്കയിൽ പറ്റില്ല. അപ്പോൾ ഇത്തരം അസുഖങ്ങളൊക്കെ മിക്കവാറും അവർക്ക് ടെൻഷൻ റിലീസ് ചെയ്യാനുള്ള ഉറക്ക മരുന്നുകളാണ് കൊടുക്കുക. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഉറക്കത്തിൽ ശരീരം സ്റ്റിഫായിട്ട് മാറുന്നു. അത് അവിടുത്തെ ക്ലൈമറ്റിൻ്റെയും മാനസികമായിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫ് ഇല്ലാത്തത് കൊണ്ടുള്ള കുറേ മാനസിക സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമാണ്. അതുകൊണ്ട് ഭാരതത്തിൽ, ഇന്ത്യയിൽ ഇത് വളരെ സുലഭമായിട്ട് എല്ലാവർക്കും പലരും നിശ്ചയിച്ച് കണ്ടുപിടിച്ചിട്ടില്ല. പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരേപോലെ അനുഭവങ്ങൾ ഈ അസുഖങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രായം സാധാരണ 20-30 വയസ്സുള്ള സ്ത്രീകളിൽ കൗമാരപ്രായമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്ന, ശരീരത്തിന് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന തരത്തിൽ ഒരു ടെൻഷൻ കൂടുതൽ വരുന്നൊരു സ്ത്രീകളുടെ പ്രായം എന്ന് പറയുന്നത് 20-40 ഒക്കെ ഇടയിലാണ്. ആ പ്രായത്തിലൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. ആ വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ പ്രശ്നം അവർക്ക് ഉണ്ടായി എന്ന് പോലും അവർ ഓർക്കില്ല. ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഇതിന് മരുന്നൊക്കെ കഴിച്ചിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഇത് REM, റം സ്ലീപ്പ് അട്ടോണിയ എന്ന് സാധാരണ പറയാറുണ്ട്. ആ റെസ്പിറേറ്ററി ആയിട്ടുള്ള റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, സ്ലീപ്പിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു മാറ്റം വരുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ബോധത്തിലേക്ക് വരും. അപ്പോൾ ശരീരത്തിൽ കണ്ണ് മൂവ് ചെയ്യുമ്പോൾ ശരീരം മൂവ് ചെയ്യാൻ പറ്റുമ്പോൾ മൂവ് ചെയ്യാൻ പറ്റാത്തതാവും. മനസ്സ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും, ശരീരം മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് ബോധത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റാത്തൊരു സംഭവമാണ് സാധാരണഗതിയിൽ. പക്ഷെ ഉറക്കത്തിനിടയിൽ ശരീരം ഒരു സ്റ്റിഫായതുപോലെ തോന്നും, മനസ്സ് മൂവ് ചെയ്യുന്നതായിട്ടിരിക്കും. സാധാരണ മനസ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം അങ്ങോട്ട് പോകാൻ പറ്റും. നമുക്കൊരു സ്ഥലത്ത് പോയി തോന്നുമ്പോൾ മനസ്സ് ആദ്യം പോയി നമ്മുടെ ശരീരം അങ്ങോട്ട് പോകും. അപ്പം എൻ്റെ കൈ അനക്കണമെന്ന് എനിക്ക് തോന്നി കഴിയുമ്പോഴാണ് എൻ്റെ കൈ അനങ്ങുന്നത്. എൻ്റെ കൈ അനക്കണമെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ കൈ അനങ്ങുന്നില്ല, വളരെ സ്റ്റിഫായിട്ട് ആരോ പിടിച്ചു നിർത്തിയതുപോലെ. നമ്മൾ ഈ പണ്ടൊക്കെ പിന്നെ അത്തരം തോന്നലുകൾ ചെറുപ്പത്തിലൊക്കെ പലർക്കും ഉണ്ടെങ്കിൽ, പ്രേതം പിടിച്ച പോലെ, ഭൂതം പിടിച്ചു, എന്നെ അനങ്ങാൻ പറ്റാണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് എനിക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പണ്ട് പറയാറുള്ളത്, ഒരു കൈ നെഞ്ചിനും മറ്റേ കൈ വയറിനും വെച്ചിട്ട് നേരെ കിടക്കണം എന്നാണ്. അല്ലെങ്കിൽ അടുത്തോട്ട് തിരിഞ്ഞ് കിടക്കുക, കാലിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഹൈറ്റിൽ, നമ്മൾ 2 കാല് വെച്ച് കിടക്കുന്ന സമയത്ത് ഒരു കാല് മറ്റേ മുകളിൽ വെക്കുമ്പോൾ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു തലാണ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാല് വെക്കുമ്പോൾ മിക്കവാറും ന്യൂറോ സിസ്റ്റംസിന് കുറച്ചൊരു സ്വസ്ഥത കിട്ടും. നേരെ കിടക്കുന്ന ഒരാൾക്ക് 2 കാലിനും സ്വസ്ഥത കിട്ടും. ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് മുകളിൽ വെക്കുന്ന കാലിന് സ്വസ്ഥത കിട്ടില്ല. അപ്പോൾ അതിന് കാല് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ പില്ലോയോ
ഇപ്പം റോൾ പില്ലോസൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം പില്ലോസൊക്കെ വെച്ച് കിടക്കുമ്പോൾ ശരീരത്തിന് കുറച്ചും കൂടി സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റും. ശരീരത്തിന്റെ സ്വസ്ഥത ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത്. ശരീരത്തിന് നല്ല സ്വസ്ഥത കിട്ടി നമ്മുടെ സെല്ലുകളിലൊക്കെ റിക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് ആരോഗ്യപരമായിട്ടുള്ള സെല്ലുകളെ പിറ്റേ ദിവസത്തെ രാവിലത്തേക്കുള്ള എല്ലാ ആവശ്യത്തിനുമുള്ള എനർജി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയമാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ രാവിലെയും സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് വിഘ്നം വരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഉറക്കം നന്നാക്കാനുള്ള ചില മാർഗങ്ങളൊക്കെയാണ് ഇതിന് നമുക്ക് പ്രതിവിധിയായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്. കാരണം പ്രോബ്ലം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന് പ്രതിവിധി പറയണ്ടേ. അപ്പോൾ ആ പ്രതിവിധി ഇതൊക്കെയാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇത് പാരമ്പര്യമായിട്ട് വരുന്നതൊന്നുമല്ല, ഒരു മനോരോഗവുമല്ല. ചിലപ്പോൾ ഡിപ്രഷൻ ഉള്ള സമയത്തും ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള സമയത്തും പിന്നെ ചില ചിന്തകൾ വല്ലാണ്ട് നമ്മളെ അലട്ടുന്ന സമയത്തും ഈഗോ ഹർട്ട് ചെയ്തെന്ന് തോന്നുമ്പോഴും ഒക്കെ നമുക്കുണ്ടാവുന്ന ചെറിയ ഉറക്കത്തിന് ഒരു സുഖമില്ലായ്മ. ആ സുഖമില്ലായ്മയാണ് ഇതായിട്ട് നമ്മൾ സാധാരണ കാണേണ്ടതുള്ളൂ. ശരീരം സ്റ്റിഫാവുക, അത് നമ്മൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, പലർക്കും ഉണ്ടാവാറുണ്ട്, നമ്മൾ അറിയാതെ പോകും. ചിലർക്കതറിയും. സാധാരണ ഒരു 7 മുതൽ 9 മണി വരെ ഉറക്കം കൃത്യമായിട്ട് ഉണ്ടാവണമെന്നില്ല. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഗാഠനിദ്രയും ബാക്കി വളരെ ജാഗ്രത സ്വപ്ന സുഷുപ്തി. ഇന്നലെ സ്വപ്നത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ വന്നതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഗ്രൂപ്പിൽ ഈ സത്സംഗിലുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ചോദ്യമായതുകൊണ്ടാണ് ഇത് ഏറ്റെടുത്തിട്ട് ഇപ്പം ഉത്തരം പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നല്ല മദ്യപാനം കഴിച്ചിട്ടുള്ള ആൾക്ക് ആ സമയത്തുള്ളൊരു റിക്രിയേഷൻ കിട്ടിയിട്ടുണ്ടാവും, പിന്നെ അത് ഉറക്കത്തെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കൃത്യമായ ഭക്ഷണം, മദ്യപാനം ഇല്ലായ്മ, നല്ലപോലെ വെള്ളം കുടിക്കുക, മൊബൈൽ ലാപ്ടോപ്പ് ഇത്തരം ഗാഡ്ജറ്റ്സ് ഒക്കെ അടുത്ത് വെച്ചിട്ട് ആ തോന്നലോടുകൂടി അറിയാണ്ട് ഉറങ്ങിപ്പോകുന്ന തരത്തിലാവരുത്. മെഡിറ്റേറ്റീവായിട്ട് ഉറങ്ങാൻ സാധിക്കുക. ഇന്നലെ സത്സംഗിൽ കൃത്യമായിട്ട് പറഞ്ഞു, മെഡിറ്റേറ്റീവ് സ്ലീപ്പ്, നല്ലപോലെ ഉറക്കാൻ, നല്ല ഉറക്കം എന്നാണ് ഏറ്റവും അത്യാവശ്യമായിട്ട്. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ തന്നെ പഠിക്കാനുണ്ട്, ഭക്ഷണം കഴിക്കാൻ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഉറങ്ങാനും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഭയമില്ലാതെ വളരെ ശാന്തമായിട്ട് അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന കൊച്ചു കുഞ്ഞിൻ്റെ ലാഘവത്തോടുകൂടി ഉറങ്ങാൻ സാധിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു പരിരക്ഷ നമുക്ക് അമ്മ ഏത് കാലത്ത് ചെറുപ്പത്തിൽ എനിക്ക് തന്നുവോ അതുപോലെ ആ പരിലാളനയോടുകൂടി ആ ബോധത്തോടുകൂടി ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ സുഖമായിട്ടുള്ള ഉറക്കം എല്ലാവർക്കും കിട്ടും. നമ്മൾ ആരാണ്, എന്താണ്, ഏത് പൊസിഷനാണ്, എന്തൊക്കെ ചിന്തകളാണ്, നാളെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നാളെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറങ്ങുമ്പോൾ ശാന്തമായിട്ട് ഓം ശാന്തി 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 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. നല്ല ഉറക്കം കിട്ടട്ടെ. ആ ഉറക്കം കിട്ടുമ്പോൾ ഇത്തരം സ്ലീപ്പ് പാരാലിസിസ് ഒന്നും ആർക്കും ഉണ്ടാവില്ല. ഭാരതത്തിൽ അത്ര പ്രചാരമില്ലാത്തൊരു അസുഖമാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള മോഡേൺ ഡോക്ടർമാരൊക്കെ പലതും ഇൻ്റർനെറ്റിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടാണ് പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ആൾക്കാരെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നമായിട്ട് നിങ്ങൾ പറഞ്ഞ അയാൾ ടൈപ്പ് ചെയ്ത് നോക്കും ഈ ഇതിനെന്താണെന്ന്. അപ്പോൾ മിക്കവാറും ഡാറ്റാബേസ് കാണുന്നത് അമേരിക്ക എന്നായിരിക്കും. അത് നോക്കിയിട്ട് എല്ലാവർക്കും കൂടി ഇതാണെന്ന് പറയും. അങ്ങനെ 100 ഡോക്ടർമാർ ചെയ്താൽ ഭാരതത്തിൽ ഇത് വളരെ പ്രചാരമായ ഒരു രോഗമായിട്ട് മാറുകയും ചെയ്യും. എന്നിട്ട് അതിനുള്ള ചികിത്സകൾ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതിന് ചികിത്സയ്ക്ക് പോകേണ്ട കാര്യമില്ല. സമാധാനമായിട്ട് കിടന്നുറങ്ങുക, സുഖമായിട്ട് ഉറങ്ങുക. സുഖമായ ഉറക്കമാണ് ഏറ്റവും നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണം. അതുണ്ടാവട്ടെ. നന്മ നിറഞ്ഞ സന്തോഷപ്രദമായ നല്ല ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ടുണ്ടാവട്ടെ.